നരകക്കാർ വിളിച്ചു അലമുറയിടും അസ്ഹാബുൽ ജന്ന സ്വർഗ്ഗക്കാരോട് അഫീനു അലൈന, നിങ്ങളൊന്ന് ചയിച്ചു തരുവീൻ, അലൈന ഞങ്ങളെ മേൽ മിനൽ മായി, നിങ്ങൾക്ക് ലഭ്യമായ വെള്ളത്തിൽ നിന്ന് ഒന്ന് തരുവീൻ, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിച്ചു നൽകിയ റിസ്ഖിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്കൊന്ന് ഇഷ്ട തരുമോ എന്ന് വിളിച്ച് കേഴും. ആര്? നരകവാസികൾ. ആരോട്? സ്വർഗവാസികളോട്. ഖാലു, അപ്പോൾ സ്വർഗവാസികൾ പറയും, ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ, ഈ മാവും ഈ റിസ്ഖും അല്ലാഹു സത്യനിഷേധികൾക്ക് ഹറാമാക്കിയതാണ്, ഞങ്ങൾ അവിടുന്ന് ഉണ്ടാക്കിയതാണ്, നിങ്ങൾ ഉണ്ടാക്കിയില്ല. ഖാലു ഇന്നല്ലാഹ പറകുട്ടി എന്താ ഹറാമാക്കി ഹുമ, ഈ മാഇനെയും റിസ്ഖിനെയും അലൽ കാഫിരീൻ, നിഷേധികളുടെ മേൽ. ആണെങ്കിൽ റിസ്ഖാണെങ്കിൽ അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല? ഹറാമാക്കിയില്ല. ആർക്കും അവൻ വഴിപ്പെട്ടാലും കൊടുക്കും, വഴിപ്പെടാതെ കൊടുക്കും. അപ്പൊ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ നിരീശ്വരവാദിക്കോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആധി ഇവിടെ വേണ്ട, ഉറുമ്പേ വേണ്ട. ഊപ്പർമാലൊക്കെ തഖ്ദീർ നിന്റെ മേലുള്ളതേ നിനക്ക് കിട്ടും. കുട്ടികളെ കവിത എഴുതി നോക്കി. എത്ര ബുദ്ധിമാന്മാർ ജീവിതം വഴിമുട്ടി കിടക്കും. എത്ര വിവരമില്ലാത്ത ആളുകൾ, അവർക്കോ നേട്ടം കിട്ടിക്കൊണ്ടേയിരിക്കും. هذا الذي ترك الأوهام حائرة وصير العالم النهرير زنديقا. അലിഫ് അറിയാത്ത മന്ത്രി അലിഫ് എഴുതി കൊടുത്താൽ ബഡീന, അലിഫ് എഴുതി കൊടുത്ത മന്ത്രി എന്ന് പറയും. പറയടാ ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറയാ? ബഡി. ഈ മന്ത്രി IAS സാർക്ക് എന്തറിയില്ല? SIR എന്നാണ് സർ എന്ന് പോലും ആർക്കറിയില്ല. പറയാ ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയ അറിയില്ല, മന്ത്രിക്കറിയില്ല. അതറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല? കൂടുതൽ വേക്ക് കൂടി കളിച്ചവനാണ് ഏറ്റവും വലിയ മന്ത്രിയാകുക. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇന്ത്യൻ ജനാധിപത്യം അനുസരിച്ച് മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നൊന്നുമില്ല. സല്യൂട്ട് അടിക്കുന്ന ഇയാൾ IAS ഇയാളെക്കാൾ വലിയ ഡിഗ്രി ഇന്ത്യയിലില്ല. സിവിൽ സർവീസിലെ ഉന്നത റാങ്കിൽ വാങ്ങിയ ഇയാൾ മന്ത്രി എന്ത് ചെയ്യും? മന്ത്രിക്കോ ഒരു വിവരമില്ല എന്ന് പറയല്ലട. എന്നാൽ അലിഫ് എന്ന് പറഞ്ഞാൽ ബഡിനാണ്. അതൊരു ബഡിയല്ലേ? ഒരു ബഡിയല്ലേ? മനസ്സിലായോ? തഖ്ദീർ അങ്ങനെയാണ്. തഖ്ദീർ അങ്ങനെയാണെങ്കിൽ പിന്നെ മോഷ്ടിക്കുന്ന എന്തിനാണ്? തഖ്ദീർ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്നത് എന്തിനാണ്? തഖ്ദീർ അങ്ങനെയാണെങ്കിൽ ബാക്കിലൂടെ പണിയെടുപ്പിച്ച് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകാൻ നോക്കുന്നത് എന്തിനാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ റഹ്മത്തുള്ള ഖാസിമിയെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചെന്നാലും ഞാൻ ഇന്ത്യൻ പ്രസിഡന്റായി മരിക്കൂ. നിങ്ങൾ എത്ര ട്രോളിയിട്ടും കാര്യം, നിങ്ങൾ എന്തൊക്കെ ട്രോളിയിട്ട് എന്ത് ചെയ്യാം? ഇയാൾ ഇതിന്റെ അപ്പുറത്തേക്ക് പോകരുത് എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം എന്തുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിവാഹപ്രായം 18 മുകളിലാണ് എന്ന് ഒരു ചർച്ച വന്ന് ഈ കഴിഞ്ഞ ജനുവരി തുടക്കത്തിൽ ഞാൻ ആ ചർച്ച കൊണ്ടുവന്നത്. അപ്പോൾ എന്നെ ഇസ്ലാം എന്ന് തന്നെ ഓർത്താക്കി. ഞാൻ കേട്ടിരുന്നു. കാരണം അങ്ങനെയല്ലോ നിലയെ കൊടുപ്പാനും നിലയെ കളയാനും നായന്നവർക്ക് അനുവാദം കൊടുത്തോവർ എന്ന് പറഞ്ഞമായിട്ടുള്ള ജനതയാണ് ഇവിടെ ഉള്ളത്. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴത്തിന് എല്ലാവരും പറഞ്ഞു ഇറാൻ യുദ്ധം വന്നു. അപ്പം എല്ലാവരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു മൗലിയര് ലോകത്തില്ല. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മോള് അവളെ MBBS കഴിഞ്ഞപ്പോൾ MDക്ക് പഠിക്കുക. അപ്പോൾ അവളുമായി ഇന്ന് രാവിലെ കോഴിക്കോട്ടേക്ക് പോരുകയാണ്. അപ്പോൾ ഓളിനോട് കാറിൽ കുത്തിരുന്ന് പറഞ്ഞു. ഫോൺ ചെയ്യുമ്പോൾ പലരും പറയും എൻ്റെ ഉപ്പാൻ്റെ ആദ്യ അടിപൊളിയായിട്ടാ.
ആ യുദ്ധത്തിനെ പറ്റിയുള്ള ആ പ്രൊഡക്ഷൻ ഭയങ്കരമായിപ്പോയി എന്ന് നിങ്ങളെ പറ്റി പറയുമ്പോഴൊക്കെ ആദ്യമൊക്കെ ജ്യൂസ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങളെ പറ്റി പറയുമ്പോ എല്ലാരും പറയണേ നിങ്ങൾ ആ ബാപ്പാന്റെ അത് അടിപൊളി. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ഇസ്ലാമെന്ന് പുറത്താക്കാനും അകത്താക്കാനും വ്യത്യാസം ഒരാഴ്ചയാണ്. ഇനി പുറത്താക്കൂലെന്നില്ല, പിന്നെ അകത്താക്കൂലെന്നില്ല. ജനങ്ങൾ പ്രശംസിച്ചാലും ജനങ്ങൾ വിമർശിച്ചാലും ഒരുപോലെയാണ്. ഈമാനു മർഇൻ ലാ യകൂനു തകാമുലാ ഹത്താ യറാ സംബിബിലിൻ മുത്തിലാ വയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ. ആരബൈത 500 കൊല്ലം മുമ്പ് മലയാളത്തിലെ വിജ്ഞാനത്തിന് ഒരു ബാപ്പയുണ്ട്. അതാണ് മഖ്ദൂമുൽ ബാബരി റളിയല്ലാഹു അൻഹു. അല്ലാഹു ഒരു ദർജ കൊടുക്കട്ടെ. 500 കൊല്ലത്തിനിടയിൽ മലയാളത്തിലെ എല്ലാ വിജ്ഞാനവും മഖ്ദൂം വഴിയാണ്. മഖ്ദൂം വഴിയല്ലാത്ത ഒരു ഉസ്താദ് മലയാളത്തിൽ 500 കൊല്ലത്തിനുള്ളിലില്ല. അവരുടെ അധികം ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല ജനങ്ങളെ നാക്കാലിയാണെന്ന് മനസ്സിലാക്കാതെ. ജനങ്ങളൊക്കെ നാക്കാലികളാണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ജനങ്ങൾ നിന്ദിക്കണമെന്നല്ല. നാക്കാലിക്ക് വേണ്ടി ഒരാൾ ചമയാറുണ്ടോ? നാക്കാലിക്ക് വേണ്ടി ഒരാൾ തലയിൽ കിട്ടും. ഞാൻ ഇപ്പൊ തലക്കെട്ടിൽ ഒരു മോശം ഉണ്ടെങ്കിൽ എൻ്റെ പോത്തെന്താ വിചാരിക്കുക? ഞാൻ എൻ്റെ ഇറങ്ങിപ്പോകുമ്പോൾ പോത്തിന് എൻ്റെ മുന്നിൽ ഞാൻ മോശമാവൂലേ? അങ്ങനെ വിചാരിക്കും. പറയുടെ ചെന്നായി ഞാൻ ഇപ്പൊ ജമാഅത്തിന് പാഞ്ഞിട്ടില്ലെങ്കിൽ പോത്തെന്താ വിചാരിക്കുക? അപ്പൊ ഇജ് എന്ത് വിചാരിക്കും? പള്ളിയിലെ കമ്മിറ്റിക്കാരെന്താ വിചാരിക്കുന്നത് വിചാരിച്ചിട്ടാണ് ഇജ് പായണത്. അപ്പൊ എനിക്ക് അള്ളാൻ്റെ കൂലി ഉണ്ടാവില്ല. ഇജ് കമ്മിറ്റിക്കാരെ പോത്ത വിചാരിച്ചാളാം. നിന്ദിക്കാൻ വേണ്ടിയല്ല ചങ്ങായിമാരെ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഉറക്കൂട്ടോ, മറ്റോ വന്നിട്ട് ഉറക്കും. ഇതൊക്കെ നമ്മുടെ സോക്കളാണ്. ഞാൻ തലി കെട്ടിയാൽ പോത്തിനുണ്ട്, ഞാൻ തലി കെട്ടില്ലെങ്കിൽ പോത്തിനുണ്ട്. ഞാൻ പൗഡർ ഇട്ടാൽ പോത്തിനുണ്ട്, ഞാൻ പൗഡർ ഇട്ടിട്ടില്ലെങ്കിൽ പോത്തിനുണ്ട്. ഞാൻ തിങ്കളാഴ്ച മുമ്പോട്ടില്ലെങ്കിൽ പോത്തെന്താ വിചാരിക്കുക? ഇങ്ങനെയുണ്ടോ? ചില തിങ്കളാഴ്ച വ്യാഴാഴ്ച തുപ്പിയിറക്കും. എന്തിന് നോമ്പോത്തിന് ജനങ്ങൾ കാണണം. കാരണം നമ്മൾ ഇത്ര വലിയ മൂല്യരായിട്ട് പിന്നെ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ മോശം. അപ്പൊ ഇത് നോമ്പോറ്റുകാർക്ക് വേണ്ടിയാണ് പറയുന്നത്, നാട്ടുകാർക്ക് വേണ്ടി. ഇമാനില്ലട ചങ്ങായി. ഒരാൾ മരിച്ചപ്പോ നമ്മൾ മയ്യത്തിസ്കാരത്തിന് പറഞ്ഞു. കാരണം അവന്റെ മക്കളൊക്കെ നമ്മളെ ചങ്ങായിമാരാണ്. ഇവർക്ക് എന്ത് കൂലിയുള്ളത്? നിസ്കാരത്തിന് ഒരു ഖിറാത്ത് കൂലിയാണ്. മയ്യത്ത് നിസ്കാരത്തിന് ഒരു ഖിറാത്ത് കൂലിയാണ്. ഇന്നാർക്കാ കൂലിയുള്ളത്? എത്രയാണെന്ന് പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ ഹബീബ് പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, കിതാബുൽ ജനായിസിലുണ്ട്, എടുത്തു നോക്ക്. ഒരു മയ്യത്ത് നിസ്കാരം അള്ളാഹു നിസ്കരിച്ചാൽ ഒരു ഖിറാത്ത് കൂലിയാണ്. എത്രയാണെന്ന് പുണ്യ റസൂലിനോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, 1.5 കിലോമീറ്റർ ഉയർച്ചയിൽ 6 കിലോമീറ്റർ നീളത്തിലുള്ള മദീനയിലെ അത്ഭുതമായ പർവ്വതമാണ് എന്ത്? ഉഹദ്. ഉഹദ് മലയുടെ അത്രയാണ് ഒരു ഖിറാത്ത്. മുസ്ലിമിലെ ചിന്തിക്കണം. മയ്യത്തിനെ മറവ് ചെയ്യൽ പൂർത്തിയാകുന്നത് വരെ മയ്യത്തിനെ തുടർന്ന് വന്ന് നിസ്കരിക്കുക. എന്നിട്ട് മയ്യത്ത് മറവ് ചെയ്യുന്ന പൂർത്തിയാക്കുന്നത് വരെ നിന്നാൽ 2 ഖിറാത്താണ്. നിസ്കാരത്തോട് പിരിഞ്ഞു പോയാൽ 1 ഖിറാത്താണ്. പക്ഷെ ഇതൊക്കെ ആർക്ക് ചെയ്യണം? അടുത്ത തവണയ്ക്ക് വാർഡിൽ മത്സരിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നിസ്കാരത്തിനും പോകും. മക്കളെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോകും.
അധികാരിന്റെ ഉമ്മ മരിച്ചപ്പോൾ ജനങ്ങൾ പാഞ്ഞ ഒരു ഫലിതുണ്ട്. അധികാരിന്റെ ഉമ്മ മരിച്ചു, അപ്പൊ ജനങ്ങളൊക്കെ പാഞ്ഞു. അധികാരിന്റെ ഉമ്മ മരിച്ചു, അധികാരിന്റെ ഉമ്മ മരിച്ചു. ഓ വേണ്ടി എല്ലാവരും അധികാരിന്റെ ബംഗ്ലാവിന്റെ അടുത്തെത്തിയപ്പോ വിവരം കിട്ടിയ അധികാരിയാണ് മരിച്ചത്. അപ്പോ പീഡിയന്റെ ഷട്ടർ താഴ്ത്താതെ ഓടിയവരൊക്കെ എന്തായി തിരിച്ചു പോന്നു. ഇനി നമുക്ക് ഷട്ടറൊക്കെ ഇട്ടിട്ട് ആക്കം പോലെ നിസ്കാരത്തിന് പോകാം. കാരണം ഇനിയിപ്പോ അവിടെ ആര് കാണാനപ്പ ഇപ്പൊ വനിത അധികാരിന്റെ ഉമ്മ മരിച്ചു എന്ന് കേട്ടപ്പോ പാഞ്ഞത് ആര് കാണാനാണ്? ബഹുമാനപ്പെട്ട അധികാരി കാണാനാണ്. അധികാരിനെ മരിച്ചിരിഞ്ഞിപ്പോ ബാക്കിയുള്ളവർ കണ്ടിട്ട് എന്താ നമുക്ക് കാര്യം? ജനങ്ങൾ വിമർശിച്ചാലും പ്രശംസിച്ചാലും ഒരുപോലെയാണ്. ഇതൊക്കെ പറഞ്ഞിച്ച് വിചാരിക്കണ്ട നാളെ എന്നെ പ്രശംസിക്കും ഇല്ല. നാളെ ഞാൻ ഇവിടുത്തെ പുതിയ ട്രോളറിങ്ങും, മറ്റന്നാ പുതിയ പ്രശംസിറങ്ങും. എനിക്ക് ബേജാറാണ്ട. ജനങ്ങൾ പ്രശംസിച്ചാലും വിമർശിച്ചാലും ഒരുപോലെയാണ്. ഇതില്ലാതെ ഈമാൻ പൂർത്തിയാവില്ല. ജനങ്ങൾ പ്രശംസിച്ചോളി പൊങ്ങണ്ട, ജനങ്ങൾ വിമർശിച്ചാൽ വേണ്ട. ഇത് ഈ തീരുമാനിച്ചാൽ ബസ് അതിന്റെ അപ്പുറത്തേക്ക് നോക്കരുത്. അതിന്റെ അപ്പുറത്തേക്ക് നീ പോകരുത്. നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ല. ഒന്നും ബേജാറാവണ്ട, ഒന്നും ബേജാറാവണ്ട. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ജനങ്ങളെ പിന്നാലെ ഓടരുത്. ജനങ്ങളെന്നും യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്കും. ജനങ്ങളെന്നും യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്കും. യാഥാർത്ഥ്യം ഉണ്ടാവൂല. യാഥാർത്ഥ്യം എന്നൊരു സംഗതി സമൂഹത്തിൽ ഉണ്ടാവില്ല. ഒരു കാലത്തും ഉണ്ടാകാൻ സമ്മതിക്കൂല. തിരിച്ചു വരേണ്ട നിന്റെ റിസ്ക് റബ്ബേറ്റതാണ്. എന്റെ റബ്ബ് പറഞ്ഞത് നിങ്ങൾക്കുള്ള റിസ്ക് മുകളിലുണ്ട്. പിന്നെന്താ ഇറക്കാത്തത്? അവൻ അല്ലാമുൽ ഗുയൂബാണ്. ഇറക്കേണ്ട നേരം അറിയും, അപ്പോഴേ ഇറക്കുള്ളൂ. وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. ഒരു സെക്കൻഡ് കൊണ്ട് എടുക്ക്. وإن من شيء إلا عندنا خزائنه وإن من شيء ഒരു വസ്തുവില്ല അതിന്റെ ഖജനാവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടല്ലാതെ. 21 ഖസീനത്തിന്റെ ബഹുവചനമാണ് ഖസായിന്. ഒരു വസ്തുവുമില്ല ഇല്ല ഇൻദന നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ. ഖസായിനുഹു അതിന്റെ ആ ഒന്നിന്റെ ഖജനാവുകൾ. അതിന് വ്യത്യസ്ത അളവിൽ, വ്യത്യസ്ത രീതിയിൽ, ഒന്നിന് തന്നെ വ്യത്യസ്തമായ അളവ്, വ്യത്യസ്തമായ രീതി. ഇന്നലെ ഒരു യാത്രയിൽ ഒരാൾ എനിക്ക് നീലത്താമര കാണിച്ചു. നീലത്താമര, ഇവിടെ നീലത്താമര ഉണ്ട്, കാണെങ്കിൽ വരി. അങ്ങനെ ഞാൻ ഇറങ്ങി അയാൾ കൂടെ പോയി നീലത്താമര കാണിച്ചു. അപ്പൊ താമരക്ക് തന്നെ പല സൈസ്. ഒരു വസ്തു താമര ഒന്നാണ്, പക്ഷെ അതിന് വിവിധങ്ങളായ രീതികളുണ്ട്. റോസ പലതുണ്ടാവും, റേഹാൻ പലതുണ്ടാവും, അരി പലതില്ലേ? അരി പലതുണ്ടോ അല്ലേ? അല്ലെ അരി പലതില്ലേ? പറയും മനുഷ്യന്മാരെ, മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കുക. പലതുണ്ട്. വെണ്ടക്ക പലതുണ്ട്, വെണ്ടക്ക പലതുണ്ട്. കേരളത്തിലെ കടയിൽ നിന്ന്, ഒരു ഹോട്ടലിൽ നിന്ന് വെണ്ടക്ക കറി കഴിക്കുന്നതും ഒരു ഇന്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് വെണ്ടക്ക കറി കഴിക്കുന്നതും വ്യത്യാസമുണ്ട്. ഞാൻ രണ്ടും കഴിച്ചാണ്. ഞാൻ ഇന്നലെ വെണ്ടക്ക കറി കഴിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ വെണ്ടക്ക കറി അങ്ങനെയല്ല. ഇന്റർനാഷണൽ വെണ്ടക്ക കറിയിൽ കത്തി ഉപയോഗിക്കൂല. വെണ്ടക്ക അങ്ങനെ ഇടും. വെണ്ടക്കൻ്റെ വലിപ്പം ഇത്രയാണ്, കത്തി ഉപയോഗിക്കൂല. അതായത് വെണ്ടക്ക ഈ അളവിൽ ഞെട്ടിമുറിക്കും, അങ്ങനെ തന്നെ ഇടും. അതാണ് ഇന്റർനാഷണൽ വെണ്ടക്ക കറി. എങ്ങനെയാണ്? ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വെണ്ടക്ക കറി കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ വെണ്ടക്ക, ഇന്നലെ വെണ്ടക്ക കഴിച്ചിട്ടുണ്ട്. അത് ഓളോട് പറഞ്ഞിട്ട് കാര്യമല്ല.
വെള്ളക്കല്ലിയുണ്ടൊക്കെ ഈ സമയത്ത് മുറിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഓൾക്കത് പറ്റൂല. എന്തുകൊണ്ട്? കാരണം ഓക്ക് എന്തില്ല, മനസ്സിലായില്ല. അത് നമുക്ക് മതിയാവോ, പിന്നെ പിറ്റേനും പണ്ടൊക്കെ ഉണ്ടാവോ എന്ന് നിസ്കാരമുണ്ട്, പക്ഷെ എന്തില്ല, തവക്കുലില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക് അത്ര ഉണ്ടാവും പണ്ടൊക്കെ. പലതുണ്ട്, പല സൈസ് ഉണ്ട്, പലതുണ്ട്. ഏതൊന്നിന്റെയും ഖജനാവുകൾ, ഏതൊന്നിന്റെയും വിവിധ ഖജനാവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷേ നിർമ്മിത അളവിലെ ഞാൻ താഴേക്ക് ഇറക്കുകയുള്ളൂ. എന്തുകൊണ്ട്? സാധനങ്ങൾ കൂടി ഞങ്ങൾ കൂടുന്നു. അപ്പൊ ഗോഡൌൺ വേറെ കിടന്നോട്ടെ, അവിടെ സ്റ്റോക്ക് റൂമാണ്. എവിടെ? ഔദുബില്ല. അള്ളാന്റെ ഇറക്കുള്ള സാധനമൊക്കെ കൊണ്ട് ഇറക്കിയാൽ നമുക്ക് നടക്കാൻ നേരം കിട്ടും. പറയടൂ, നടക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു തആലയുടെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ല ഇറക്കാത്തത്. പിന്നെന്താ? നിങ്ങൾ കുടുങ്ങും. ഒരു വസ്തുവിനെയും ഞാൻ താഴെ ഇറക്കുകയില്ല ഇല്ലാ ബിഖദരിൻ മഅലൂം, അതിനുള്ള നിർണിത അളവിലല്ലാതെ. ഇല്ലെങ്കിൽ നിർണിത അളവിലല്ലാതെ ഇറക്കിയാൽ എൻ്റെ അടിമകൾ കുഴങ്ങും. ചിന്തിക്കണം, ചിന്തിക്കുക. കുട്ടി പുറത്ത് വരുന്നതിന് മുമ്പ് ഉമ്മാടെ മുലയിൽ പാല് നിറയൂല. പാല് നിറഞ്ഞു, പിന്നെ 2 ആഴ്ച കഴിഞ്ഞ പ്രസവിച്ച്, അങ്ങനെ ഉണ്ടാവില്ല. തന്നെയല്ലേ? കുട്ടി പ്രസവിച്ചാലോ അടുത്ത ഈ കടിഞ്ഞൂൽ പ്രസവമാണ്, മുലയിലൊന്നുമില്ല. പക്ഷെ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മുലപ്പാട്. എന്തുകൊണ്ട്? ഇത് കുടിക്കാൻ ഇവിടെ ആളുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവനാരാ? മനസ്സറിഞ്ഞ് പറയാം. സുബ്ഹാനല്ലാഹ്. അവനാരാ? മനസ്സിലാണ്ട് പറഞ്ഞേ. എന്തിനാ പിടിക്കണേ? അപ്പൊ കുട്ടിക്ക് അരി ഭക്ഷണം പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റതാണ് എന്ത്? റിസ്ക് കൊടുക്കാൻ. അരി ഭക്ഷണം കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പോഴത്തേന് ഉമ്മാരെ വയറ്റിൽ മുലയിൽ എന്തൊന്നു? പാലൊന്നു. പാലെടുത്തു. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കുക. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സത്യം. അതായത് കളഞ്ഞു പോയ പശുവിന് പിന്നീട് പാല്, അതാണ് മാഷ പറഞ്ഞത്. അതായത് പാല് കുടിക്കാൻ കുട്ടിയില്ല, കറന്നൊഴിവാക്കേണ്ടി വന്നു. അങ്ങനെ തന്നെയാണ്. കുട്ടിയില്ലാതെ ഒരിക്കൽ ഗൾഫിൽ പോകേണ്ടി വന്നാൽ മുല കുടിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു ഘട്ടത്തിൽ ആ കുട്ടിയെ കൂടാതെ ഗൾഫിൽ പോകേണ്ടി വന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിയില്ലാത്ത 2-3 ദിവസം ഞാൻ ഗൾഫിൽ നിന്നു. ആ സമയത്തൊക്കെ മുല കറന്നൊഴിവാക്കി. എന്തുകൊണ്ട്? ആളുകളുണ്ട്, അപ്പോൾ പാലുണ്ടാവും. മുലകുടിയെ 2-ാം വയസ്സ് കഴിഞ്ഞു, മുലകുടി പറ്റി. ഈ സാധനമൊക്കെ തിന്നുന്നുണ്ട്, പക്ഷെ മുലപ്പാടില്ല. എന്തുകൊണ്ട്? അളവിലെ താഴേക്ക് വെക്കൂ. അവനാരാ? റബ്ബ്. എന്നിട്ട് സത്യം ചെയ്തു. എന്ത് റബ്ബ്? സത്യം ചെയ്ത് നമ്മളോട് റബ്ബ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ തരും കേട്ടോ. പക്ഷേ നമുക്കെന്തായില്ല? വിശ്വാസം ഉണ്ടായില്ല. അതേ സമയത്ത് എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടുക. ഇങ്ങനെ അത്ഭുതം. അവിടുത്തെ ഭക്ഷണം നിങ്ങൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ആ ഭക്ഷണത്തിനെ കാര്യത്തിൽ നമുക്ക് യാതൊരു ചിന്തന് ഇല്ല. അവിടുത്തെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കരുത്, അതിനെ ചിന്തയേ ഇല്ല. ഇവിടുത്തെ ഭക്ഷണം അല്ലാത്ത ഏറ്റതാ. മനസ്സിലായില്ല? ഇവിടുത്തെ ഭക്ഷണം റബ്ബ് ഏറ്റതാ. അതിനെപ്പറ്റി നമുക്ക് ആശി. അവിടുത്തെ ഭക്ഷണം റബ്ബ് ഏറ്റിട്ടേ ഇല്ല. ഒരായത്തുണ്ടല്ലോ
ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله. عرفة. ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله. ونادى أصحاب النار. എത്ര നമ്പർ പറയും? 50. 50. ونادى أصحاب النار. നരകക്കാർ വിളിച്ചു അലമുറയിടും അസ്ഹാബുൽ ജന്ന സ്വർഗ്ഗക്കാരോട് അനഫീലു അലൈന നിങ്ങളൊന്ന് ചരിച്ചു തരുവീൻ അലൈന ഞങ്ങളെ മേൽ മിനൽ മായി നിങ്ങൾക്ക് ലഭ്യമായ വെള്ളത്തിൽ നിന്ന് ഒന്ന് തരുവീൻ ഔ മിമ്മാ റസഖകുമുല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിച്ചു നൽകിയ റിസ്ഖിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്കൊന്ന് ഇട്ട് തരുമോ എന്ന് വിളിച്ച് കേഴും ആര്? നരകവാസികൾ ആരോട്? സ്വർഗവാസികളോട്. ഖാലു അപ്പോൾ സ്വർഗവാസികൾ പറയും ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ ഈ മാവും ഈ റിസ്ഖും അല്ലാഹു സത്യനിഷേധികൾക്ക് ഹറാമാക്കിയതാണ്. ഞങ്ങൾ അവിടുന്ന് ഉണ്ടാക്കിയതാ, നിങ്ങൾ ഉണ്ടാക്കിയില്ല. ഖാലു ഇന്നല്ലാഹ പറകുട്ടി എന്താ ഹറാമാക്കി ഹുമാ ഈ മാഇനെയും റിസ്ഖിനെയും അലൽ കാഫിരീൻ നിഷേധികളുടെ മേൽ സത്യനിഷേധികളുടെ മേൽ അല്ലാഹു ഈ മാഇനെയും റിസ്ഖിനെയും പറയുന്ന പച്ച അറബിയിൽ ഹറമാറിന്റെ അർത്ഥമൊക്കെ വിഷമം. ഖാലു ഇന്നല്ലാഹ ഹറാമാക്കി ഹുമാ ഈ മാഇനെയും റിസ്ഖിനെയും അലൽ കാഫിരീൻ സത്യനിഷേധികളുടെ മേൽ അല്ലാഹു തആല ഇത് രണ്ടും ഹറാമാക്കി. ഇവിടെയോ ഇവിടെ റഹ്മാനാണ് ഹറാമാക്കോ. മനസ്സിലായില്ലേ? ഒരു ആണെങ്കിൽ റിസ്ഖാണെങ്കിൽ അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല? ഹറാമാക്കിയില്ല. ആർക്കും അവൻ വഴിപ്പെട്ടാലും കൊടുക്കും, വഴിപ്പെടാതെ കൊടുക്കും. അപ്പൊ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ നിരീശ്വരവാദിക്കോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആധി ഇവിടെ വേണ്ട, ഉറുമ്പിൽ വേണ്ട. എന്റെ ഉറുമ്പിന് വേണ്ട, ആർക്കും വേണ്ട. ഞങ്ങളോട് പറഞ്ഞില്ലേ നീലത്തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ 40 ആ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നീലത്തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ 40 ആനയെങ്കിലും കൊള്ളും. അതാണ് നീലത്തിമിംഗലം. അങ്ങനത്തെ നീലത്തിമിംഗലങ്ങളാൽ സമൃദ്ധമായിരുന്നു ബഹർ. ഇപ്പോൾ അവയുടെ എണ്ണം കുറഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു കാലത്ത് നീലത്തിമിംഗലങ്ങളാൽ സമൃദ്ധമായിരുന്നു ബഹർ. ഒരു നീലത്തിമിംഗലത്തിന്റെ വയറിൽ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ നീലത്തിമിംഗലത്തിന്റെ വയറിനുള്ളിൽ 40 ആനയെങ്കിലും കൊള്ളും. അങ്ങനത്തെ നീലത്തിമിംഗലത്താൽ സമൃദ്ധമായിരുന്നു ബഹർ. ഇവർക്ക് ഭക്ഷണം കൊടുത്താരാ? അല്ലാഹ്. ഉറുമ്പിന് ഭക്ഷണം കൊടുത്താരാ? അല്ലാഹ്. ഇവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടോ? അനക്ക് പറയട ചങ്ങായി. പോത്ത് എന്ന് വിളിച്ചാൽ പോത്ത് പോലും കേസ് കൊടുക്കുന്ന പോത്തായ ഇത് ഞാനും ആലോചിക്കണം. ഇവർക്ക് എന്തില്ല? SBTയിലോ പറയടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ ഇവർക്ക് എന്തില്ല? അക്കൗണ്ട് ഇല്ല. പക്ഷെ കൃത്യമായി എന്തുണ്ട്? പക്ഷെ എന്തുകൊണ്ട്? അത് ആരേറ്റതാണ്? അവിടെ ഏറ്റിട്ടില്ല. പ്രശ്നം ഈമാനില്ല. നിസ്കാരമുണ്ട്, ഈമാനില്ല. നോമ്പുണ്ട്, തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്. ഷുഗർ പറഞ്ഞിട്ടു നല്ലതാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പോ ചോദിട്ടാ നല്ലതാണ്. എന്തേ? ഷുഗർ പറയും കേട്ടാ നല്ലതാണ്. എന്താ പണി പറ്റിക്ക. എന്താ പണി? ബ്രോക്കറാ. എന്താ ബ്രോക്കർ പണി? ബ്രോക്കർമാരൊക്കെ നുണ പറയുന്നു അല്ല, നുണ പറയില്ല എന്നും അല്ല കേട്ടോ. ഞാനും ബ്രോക്കർമാർ പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങണ്ട. പക്ഷേ നുണ ഒരു തെറ്റൊക്കെ ഒരു നുണയൊക്കെ പറയും. ഒരു ബ്രോക്കർ ഞാനിരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടായപ്പോൾ പറഞ്ഞു, ഒരു ബ്രോക്കർ പ്രശ്നം ഉണ്ടായി. അപ്പം വേറൊരു ബ്രോക്കർ പറഞ്ഞു ഒരു തെറ്റൊക്കെ മാർപ്പാപ്പാക്കാൻ പറ്റും.
മനസ്സിലായില്ല. കുറെ ബ്രോക്കർമാരുണ്ട്. ഒരു വിഷയം പ്രശ്നമായി വന്നപ്പോ ഒരു ബ്രോക്കർമേൽ പ്രശ്നമാണ്. അപ്പൊ മറ്റേ ബ്രോക്കർമാർ എന്ത് പറയാണ്? ഒരു വട്ടല്ലേ, ഒരു തെറ്റൊക്കെ മാർപ്പാപ്പാക്കാൻ പറ്റൂലേ എന്ന് മനസ്സിലായില്ല പറഞ്ഞത്. ചിന്തിക്ക് ഒക്കെ രൂപമ. നിങ്ങളോട് എന്താ പ്രശ്നം നിസ്കാരമുണ്ട്, ഈമാനില്ല. ഈമാൻ എന്നാൽ എന്താണ്? ഈമാൻ അല്ലാഹുൽ തവക്കുലാണ്. എൻ്റെ റബ്ബ് എനിക്ക് വെറുതെ ആക്കൂല. ഇന്ന് ഭക്ഷണമില്ലെങ്കിൽ ഇന്ന് ഭക്ഷണം ഇല്ലാതിരിക്കലായിരിക്കും എനിക്ക് ഹൈറ്. അധ്വാനിച്ചു, ഭക്ഷണമില്ല. മനസ്സിലായില്ലേ? എന്റെ കാര്യം ഏറ്റെടുത്തവൻ ആരാണ്? കാഫിറിന്റെ കാര്യം ഏറ്റെടുത്തവനും ആരെന്നെയാണ്? അല്ലാഹ്. ഒരിപ്പെട്ടാലും അല്ലാഹ്, ഒരിപ്പെട്ടില്ലെങ്കിലും അല്ലാഹ്. ചിന്തിക്ക്. ഇപ്പൊ പനി പിടിച്ച ആൾക്ക് വായക്ക് കയ്പുണ്ടാവും. എന്ത് ഇന്നലെ വരെ കയ്പില്ല, ഇന്ന് കയ്പാണ്. എന്തുകൊണ്ട് കയ്പാണ്? ഭക്ഷണം ഇപ്പോൾ ബോഡിക്ക് കേടാണ്. നമ്മൾ എന്ത് ചെയ്യും? അച്ചാർ കൂട്ടിയിട്ടെങ്കിലും കഞ്ഞി തള്ളും. ഡോക്ടറാതിരിക്കും. സത്യം ഡോക്ടറെ ഞാൻ പറഞ്ഞു. സത്യമല്ലേ? സത്യം ഡോക്ടറാതിരിക്കും. നമ്മൾ കഞ്ഞി തള്ളും, അച്ചാറെങ്കിലും കൂട്ടി കഞ്ഞിയുള്ളൂ. എന്റെ ഒരു പ്രാവിന്റെ ഇറച്ചി കുറയും. ഒന്ന് തിന്നില്ലെങ്കിൽ ഒരു പ്രാവിന്റെ ഇറച്ചി കുറയും. പ്രാവിന്റെ ഇറച്ചി കുറയും വേണം. മനസ്സിലായില്ലേ? പനിയായി വന്ന നാവിന് കയ്പ്. എന്റെ ഇനിയൊന്നും വേണ്ട, ഹോട്ടൽ പൂട്ടിക്കളാം. പനി പോയി അതിന്റെ നല്ലരിക്കൊക്കെ പോയാൽ പിന്നെ ഭക്ഷണം കിട്ടണം. എല്ലാം പോയി റാഹത്ത്. ഇതൊക്കെ റബ്ബിന്റെ നിഅമത്തുകളല്ലേ? എന്താണ് ആ നിഅമത്ത്? മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഓരോന്നിൽ നെല്ലിക്ക, അത് കഴിക്കുന്നതിനനുസരിച്ച് മധുരം കൂടും. അങ്ങനെ കൂടും. എന്തുകൊണ്ട്? ഒരു നെല്ലിക്ക നീ പൂർത്തിയായി കഴിക്കണം. ഒരു ദിവസം ഒരു നെല്ലിക്കനും കഴിക്കണം. ഒരു ദിവസം ഒരു നെല്ലിക്ക. അത് ആരോഗ്യത്തിൻ്റെ ഒരു മർമ്മമാണ്. നെല്ലിക്ക ഒരു നെല്ലിക്കെങ്കിലും ഒരു ദിവസം കഴിക്കണം. നല്ലതാണ്. കഴിക്കുന്നതിനനുസരിച്ച് മധുരം കൂടിക്കൂടി. ഏറ്റവും അവസാനത്തിൽ അതിൻ്റെ ഒരു വിത്തുണ്ട്. ആ വിത്തിൻ്റെ അവിടെ എത്തുമ്പോഴാണ് കൊല്ലാത്ത മധുരം ഉണ്ടാവും. എന്ത് നിന്നെ പ്രേരിപ്പിക്കാം, കഴിക്കാൻ പ്രേരിപ്പിക്കും. മനസ്സിലാവുന്നത് പറഞ്ഞു. ഇതിന്റെ പിന്നിലെ ഹിക്മത്താര അല്ലാഹ്. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. കയ്പങ്ങൾക്ക് കയ്പ് കൊടുത്ത് എന്തിനാ? അതിനൊക്കെ ബോഡിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. തന്നെ എൻ്റെ ബോഡിക്ക് അത് ആവശ്യമില്ല. പഴത്തിന് മധുരം കൊടുത്ത് എന്തിനാണ്? നിന്റെ ബോഡിക്ക് ആവശ്യമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലാരാ? അല്ലാഹ്. വളരെ എല്ലാം അങ്ങനെയായ അങ്ങനെയാ. من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. എല്ലാം തിരിച്ചു വരിക ആയത്തിലേക്ക്. ദാരിയാത്തിൽ നിന്നാണ് 21. وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق. അല്ലാഹു, ഞാൻ ആകാശങ്ങളും ഭൂമിയും പടച്ച ഞാനാണ് സത്യം. ഇത് തീർച്ചയായും സത്യം ചെയ്തിട്ട് പിന്നെ പറഞ്ഞു ഇന്നഹു ലഹഖ്. തീർച്ചയായും ഇത് സത്യമാണ് കേട്ടോ. നിങ്ങൾക്കുള്ള ഭക്ഷണം എല്ലാം മേലെ ഗോഡൌണിലുണ്ട്, ആവശ്യത്തിന് ഇറക്കിത്തരും കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ഞാൻ തന്നെയാണ്. അതിന്റെ മേലെ ഒരാൾ പിടിച്ച് സത്യം ചെയ്യാനില്ലല്ലോ. റബ്ബിനിപ്പോ മനസ്സിലായില്ലേ? പറയാ ചങ്ങാ, ഈ ചതിയനായ എന്നെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റും? ഇത് രാവിലെ പറഞ്ഞ് എന്നെ പിടിച്ച് സത്യം കഴിഞ്ഞിട്ട് എന്ത് പറയും? അതൊന്നും അത്ര കണക്കാക്കേണ്ട പഠിച്ചോൻ അങ്ങനെ പറഞ്ഞപ്പോ നീ തന്നെയാണ് സത്യം എന്ന് പറയാൻ എന്ത്? എന്നെ വിശ്വാസമില്ലാത്തോണ്ട്. മനസ്സിലായില്ല? അബ്ദുറഹ്മാനാണ് ഇത് സത്യാണ് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇന്ന് പറയാന്നൊക്കെ നാളെ പറയാം. അതിപ്പോ ഞാൻ അള്ളാന്റെ മുന്നിൽ പെട്ടപ്പോ അവൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട, നാളെ അബ്ദുറഹ്മാനും പറയും. അതുകൊണ്ടാണ് പിന്നെ വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ ആരെന്നേ ഉള്ളൂ? അല്ലാഹു പറഞ്ഞു ഞാനാണ് സത്യം. ആകാശവും ഭൂമിയും പടച്ച ഞാനാണ് സത്യം. ഇന്നഹു ലഹഖുൻ. തീർച്ചയായും ഇത് സത്യമാണ്. നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടോട് കടിപിടി കൂട്ടണ്ട. നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ചതിക്കണ്ട, അതിൽ കള്ളത്തരം പറയണ്ട, അത് നിങ്ങളൊന്നും ചെയ്യണ്ട. മനസ്സിലായില്ലേ? ചിന്തിക്ക്. കുറച്ച് നമുക്ക് ബോധം തരട്ടെ.
ഉറക്കപ്പറ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഏത് അധികാരിയാണെങ്കിലും കൈക്കൂലി വാങ്ങണ്ട, താല്പര്യങ്ങൾ വേണ്ട, ഒരു പ്രത്യേക താല്പര്യം ഇല്ലാതിരുന്നാലോ എത്ര കൈക്കൂലിക്കാരെ ഇവിടെ ഉണ്ടായി, ഇവരൊക്കെ മരിച്ചുപോയി. ആരാവരെ ഓർത്തത്? CH മുഹമ്മദ് കോയ. പിന്നെ ആ പാർട്ടി തന്നെ പിന്നെ എത്ര മന്ത്രിമാരുണ്ടായി, ആരും അവരെ ശ്രദ്ധിച്ചതേ ഇല്ല. CH മുഹമ്മദ് കോയ എന്ന മനുഷ്യൻ 55-ാമത്തോ 54-ാമത്തോ വയസ്സിൽ മരിച്ചു. ആ മനുഷ്യനെ ഇന്നും കേരളം ഓർക്കും, എല്ലാവരും ഓർക്കും, ജാതിമത ഭേദമന്യേ ഓർക്കും. എന്തുകൊണ്ട്? താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കുക അതിനെപ്പുറത്ത് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഞാൻ സുൽത്താൻ സലാഹുദ്ദീനെ പറ്റി കഴിഞ്ഞ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. 55-ാമത്തെ വയസ്സിൽ മരിച്ചു സുൽത്താൻ സലാഹുദ്ദീൻ. എന്നാ മരിക്കണത് 1193. ഇതേതാണ്? ഇതേതാ വർഷം? 2026. 2026 പറയാ സുൽത്താൻ സലാഹുദ്ദീൻ മഹാനാണ്. എന്നാ മരിച്ചത് 1193. മരിച്ചിട്ട് ഏകദേശം 900 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ പറയാ എന്ത്? സുൽത്താൻ സലാഹുദ്ദീൻ മഹാനാണ്. എത്ര കാലം ജീവിച്ചത്? എത്ര കാലം? 55-ാമത്തെ വയസ്സിൽ മരിച്ചു. 1137 ജനിച്ചു, 1193 മരിച്ചു സുൽത്താൻ സലാഹുദ്ദീൻ. 55 കൊല്ലം ജീവിച്ചു. അത്രേ ഉള്ളൂ. ജനങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണ് ഈ മനുഷ്യനെ. എന്തുകൊണ്ട്? നീതിമാനാണ്, സത്യസന്ധനാണ്, ചന്ദ്രപക്ഷപാതിയല്ല, താല്പര്യങ്ങളില്ല. അപ്പൊ നീയോ ഈ മനുഷ്യന്റെ റിസ്ക് ആ മനുഷ്യനെ കിട്ടി, എന്റെ റിസ്ക് എനിക്ക് കിട്ടി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ലോകം മുഴുവൻ അടക്കി പിടിച്ച ഒരാള് പക്ഷെ 33-ാമത്തെ വയസ്സിൽ മരിച്ചു. ആരാ? ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയപ്പെടുന്ന അലക്സാണ്ടർ 33-ാമത്തെ വയസ്സിൽ. പിന്നെ അയാളുടെ സൈന്യാധിപന്മാർ 4ആയി വീതിച്ച് രാഷ്ട്രത്തെ വീതിച്ചു ഭരിച്ചു. ഇയാൾ ഒരു നിമിഷം ഒരു സിംഹാസനത്തിലിരുന്ന് ഒരു ദിവസം ഭരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? അലക്സാണ്ടർ കഴിഞ്ഞില്ല. അലക്സാണ്ടർ BC 356 ജനിച്ച് 323 മരിച്ചു. ഇതുകൊണ്ട് തക്ദീറിലില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കപ്പെട അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കപ്പെട അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കപ്പെട അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്താ ബോധം? എന്റെ റബ്ബ് എനിക്ക് തരും. എൻ്റെ റിസ്ക് റബ്ബിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആവേണ്ടതൊക്കെ ആക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകണമെന്ന് അള്ളാഹ് നിശ്ചയമുണ്ടെങ്കിൽ ആകും. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് നിശ്ചയമുണ്ടെങ്കിൽ ആവും. ഞാൻ മന്ത്രി ആവണം നിശ്ചയമുണ്ടെങ്കിൽ ആവും. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. റബ്ബ് നിശ്ചയിച്ചതാവും, പേടിക്കണ്ട. അപ്പോൾ നീ അകപ്പെട്ടവനാണ്. എപ്പോൾ നീ അകപ്പെട്ടവനാണ്? നിന്റെ റിസ്ക്കിൽ നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നീ അകപ്പെട്ടവനാണ്. നീ രോഗിയാണെങ്കിൽ അകപ്പെട്ടവനല്ല. നിനക്ക് കടമുണ്ടെങ്കിൽ അകപ്പെട്ടവനല്ല. നീ ദാരിദ്ര്യമുള്ളവൻ അകപ്പെട്ടവനല്ല. നിനക്ക് ശത്രു ഉണ്ടെങ്കിൽ അകപ്പെട്ടവനല്ല. എന്തുകൊണ്ട്? ശത്രു ഇല്ലാത്തൊരു നബിയും ഇല്ല, ഒന്നുമില്ല. അതേ സമയത്ത് നിന്റെ റിസ്ക്കിന്റെ കാര്യത്തിൽ നിനക്ക് വിഷമമുണ്ടോ? അവസാനത്തെ അത്താഴത്തിന് വേണ്ടി തൻ്റെ പടയങ്കി ജൂതനെ പണയപ്പെടുത്തി മരിച്ച മനുഷ്യന്റെ അനുയായികളാണ് നമ്മൾ. എന്നുള്ളത് അകപ്പെടലാണോ? അല്ല, ഇതൊന്നും അകപ്പെടലല്ല. നിന്റെ റിസ്ക്കിൽ നിനക്കൊരു ടെൻഷൻ വന്നു. കിട്ടോ. ഒരു ഉപമ പറയുകയാണെങ്കിൽ, ഫ്ലൈറ്റിൽ ഒരാൾ മുന്നിലേക്ക് പായ, ഫ്ലൈറ്റ് കയറിയിട്ട് മുന്നിലേക്ക് പായ. എന്തിനു പായത്? സീറ്റിട്ട. ഫ്ലൈറ്റിൽ കയറുന്ന സമയത്തും ഫ്രണ്ടിലേക്ക് പായ. എയർ ഹോസ്റ്റൊക്കെ ഓരോരുത്തരെയും പാസ്പോർട്ട് നോക്കുന്നുണ്ട്. പക്ഷെ പായ, മുന്നിലേക്ക് പോയി. എന്തിനു പായാണ്? സീറ്റ് മനസ്സിലായില്ല. ബസ്സിൽ കയറുമ്പോൾ മുന്നിലേക്ക് പായ നമുക്ക് മനസ്സിലാവും. കാരണം ബസ്സിൽ സീറ്റ് കിട്ടുമെന്ന് ബസ്സിൽ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഒരാൾ മുന്നിലേക്ക് പാഞ്ഞ നമുക്ക് മനസ്സിലാവും. ശരിയാണ്, പാഞ്ഞു, ശരിയാണ്, കാരണം സീറ്റ് കിട്ടണ്ടേ എന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് കയറിയിട്ട് എന്തിനാണ് മുന്നിൽ പാഞ്ഞത്? നീ മനസ്സിലായേ? പടച്ചോ, നിനക്കുള്ള റിസ്ക് ഇവിടെ ഉണ്ടെങ്കിലേ തന്നെ പടക്കുന്നുള്ളൂ. പിന്നെന്തിനാ ബേജാറാവണം? നിന്റെ റിസ്ക് ഇവിടെ ഇല്ലെങ്കിൽ എന്നെ പടക്കൂല. അങ്ങനെ മനസ്സിലായോ? ചിന്തിക്ക്. എന്തിനാ ബേജാറാവണം? എന്തിനാ ബേജാറാവണം? എന്താ പ്രശ്നമാക്കണേ? ചിന്തിക്ക്.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സ്വന്തം റിസ്ഖിന്റെ കാര്യത്തിലുള്ള ഹമ്മ എടുത്തു കളയാതെ ഒരാൾ മുഅ്മിനാകൂല. ഇത് മദ്യപാനത്തെക്കാളും വലിയ തിന്മയാണ്. എന്തുകൊണ്ട്? മദ്യപാനിക്ക് മദ്യപാനത്തിന്റെ സമയം അറിയും, ഇത് തെറ്റാണ് പടച്ചോനെ, എനിക്ക് നന്നാവണല്ലോ. അതേ സമയത്ത് ഈ നിസ്കരിക്കുന്ന മനുഷ്യൻ ഈ റിസ്ഖിന് വേണ്ടി കടിപിടി കൂട്ടുമ്പോൾ ഇത് തെറ്റാണെന്ന ബോധം പോലും അവർക്ക് ഇല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഈ റിസ്ക്കിന് വേണ്ടി കടിപിടി കൂടുമ്പോൾ ഇല്ല. മേലുദ്യോഗസ്ഥനെ എങ്ങനെയെങ്കിലും തള്ളിട്ടിട്ട് ആ കസേര കയറിയിരിക്കുക. ആ കസേര നിനക്ക് വിരിച്ചതാണെങ്കിൽ നീ അവിടെ എത്തോലോ, നീ എന്തിനാ പഠിക്കണം? മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒന്നിലും നീ അമിതമായ ആവേശം കാണിക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഒക്കെ അതിൻ്റെ സമയത്ത് റബ്ബ് തരിക തന്നെ ചെയ്യും. നീ പേടിക്കണ്ട. നിന്റെ റിസ്ക് നിനക്കെത്തും. നീ കുതികാല് വെട്ടണ്ട. നീ ഒരു സംഘടനയിൽ കയറാൻ, പ്രസിഡന്റ് ആക്കാനോ സെക്രട്ടറി ആക്കാനോ ഓടണ്ട. നീ പള്ളി കമ്മിറ്റി കയറാൻ വേണ്ടിയിട്ട് രാത്രി ഇരുന്നിട്ട് പറ്റുന്നവനോട് ഒപ്പിക്കണ്ട. നീ നട്ടപ്പാതിരക്ക് ഇരുന്നിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് നോക്കണ്ട. ഇതൊന്നും വേണ്ട. എന്തുകൊണ്ട്? നീ പ്രസിഡന്റ് ആകണമെങ്കിൽ ആവും, നീ ആ പള്ളി കമ്മിറ്റിയിൽ മെമ്പർ ആകണം അള്ളാഹ് നിശ്ചയിണ്ടെങ്കിൽ ആവും, നീ MLA ആവണം അള്ളാഹ് നിശ്ചയിച്ചിട്ട് ആവും, നിനക്ക് പണം ഉണ്ടാകുന്ന റബ്ബിന് നിശ്ചയിണ്ടെങ്കിൽ ആകും. നീ എന്തിനാ പേടിക്കണത്? നീ പേടിക്കണ്ട. അപ്പൊ ഇന്ന് അവസാനിപ്പിക്കാൻ ഈ ബൈത്ത് എഴുതിച്ചോളി. തഖ്ദീറുകൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് നീ നിശ്ചയിച്ചേക്കണം. ഹൃദയം ശൂന്യമാകാതെ ഒരു രാത്രി നീ ഉറങ്ങാൻ കിടക്കരുത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹൃദയം ശൂന്യമാകണം. ഒരു ടെൻഷനും ഇല്ല, വേഗം ഉറങ്ങാം. എന്തുകൊണ്ട്? ഒരു കണ്ണ് അടക്കുകയും തുറക്കുന്നതിന്റെയും ഇടയിൽ ഒരവസ്ഥ മാറ്റി മറ്റൊരവസ്ഥയിലാക്കാൻ റബ്ബിന് കഴിയും. ഭരണാധികാരിയാകണമെന്ന് വിചാരിച്ച ഇന്ദിരയുടെ മകൻ പൈലറ്റാവുമ്പോൾ മരിച്ചു. പൈലറ്റായി ജീവിക്കേണ്ട ആൾ ഭരണാധികാരിയുമായി. സഞ്ജയ്ക്ക് ഭരണാധികാരിയാകാൻ കൊതിയായിരുന്നു. ഇന്നലെ ഭരിച്ചപ്പോൾ തന്നെയും സത്യത്തിൽ ഭരണാധികാരി സഞ്ജയ. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് സഞ്ജയ. അടിയന്തരാവസ്ഥയിൽ ഇന്ത്യയിൽ നടന്ന എല്ലാ കിരാതത്വത്തിൻ്റെയും അടിസ്ഥാന കാരണക്കാരൻ സഞ്ജയ. സഞ്ജയ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗതി മറ്റൊന്നാവും. മരിച്ചിട്ടില്ലെങ്കിൽ അതേ സമയത്ത് ഭരണത്തിലേക്കേ ഇല്ല എന്ന് വിചാരിച്ച ഒരാൾ നടക്കിയിരുന്നു. അയാൾക്ക് പൈലറ്റാകാൻ പോയി. അയാളാരാ? രാജീവ്. നമ്മൾ എൻ്റെ കൂടെ ഇല്ല. ആകാശത്ത് വിസ്മയങ്ങൾ കാണിച്ച സഞ്ജയ് ആകാശത്ത് വെച്ച് മരിച്ചു. ആകാശത്ത് പറക്കണമെന്ന് വിചാരിച്ച ആളോ, ഒരിക്കലും രാഷ്ട്രീയത്തേക്ക് ഇല്ല എന്ന് വിചാരിച്ച ആൾ ഇന്ത്യയുടെ ഭരണാധികാരിയെ മരിച്ചു. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ അവസ്ഥ മാറും. ഞാൻ അബ്ദുറഹ്മാൻ സുദൈസിനെ, ഹറമിലെ ഇമാമാണ് അബ്ദുറഹ്മാൻ സുദൈസ്. അയാളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പിരിച്ചു വിട്ടിട്ട് എനിക്കവിടെ കയറി പറ്റാൻ പറ്റുമെന്ന് ഞാൻ ഒപ്പിക്കണ്ട. എന്തുകൊണ്ട്? മക്കത്തെ ഹറമിലെ ഇമാമും കാര്യമാകാൻ എൻ്റെ ആയുസ്സിൽ അള്ളാഹു തഖ്ദീറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസ്ഥ ആരുണ്ടാക്കും? അള്ളാഹ്. മനസ്സിലായില്ലേ? ചിന്തി ഒക്കെ മാറും, എല്ലാം മാറും, അതിൻ്റെ അവസ്ഥ തന്നെ മാറും. കണ്ണ് അടച്ച് തുറക്കുന്നതിനിടയിൽ ചില ആളുകൾക്ക് ഉറങ്ങാനേ കഴിയൂല. എന്റെ ടെൻഷൻ നാളെ ഒരാൾക്ക് 10,000 കൊടുക്കാണ്ട് ടെൻഷൻ. അപ്പൊ BP കൂടി.
പിറ്റേന്ന് ആശുപത്രി കൊണ്ടയാക്കി. രാവിലെ 3 മണിക്ക് മകൻ വിളിച്ചു ആശുപത്രിയിലാക്കി. പിന്നെ ഒരു 25,000 വേറെയും ചെലവ്. ഇവിടെ എന്തിനാ ബേജാറായി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനാട്ടി? എന്തുകൊണ്ടാണ്? 10,000 അല്ല, നാളെ മമ്മദൂന് 10,000 തിരിച്ചു കൊടുക്കേണ്ട ദിവസം, കയ്യിൽ പൈസ അല്ല. ഓ ഓ ഓ 3 മണിക്ക് ബാപ്പാക്ക് സുഖല്ല. മകൻ പോയിട്ട് വിളിച്ചു, ആ എണീക്ക് കുഞ്ഞുമാനെ, ഇപ്പാക്ക് എന്താ പറ്റിപ്പോയിട്ടുണ്ട്? ഇപ്പാക്ക് എന്താ പറ്റിയത്? BP കൂടിയതാ. എന്തുകൊണ്ട് BP കൂടി? പിന്നെ അവസാനം നേരം കൊടുക്കുമ്പോൾ പോയി ആശുപത്രി ബില്ലടച്ച പുകന് 1.5 ലക്ഷം. ഉമ്മാന്റെ 2 പവന്റെ മാലയാണ് പോയി കിട്ടി. എന്തിപ്പം ബാപ്പാന്റെ പ്രശ്നമുള്ളൂ? ഈ മാലന്റെ ഒരു കഷ്ണം വിറ്റാല് മമ്മൂന്റെ 10,000 കൊടുക്ക. അതിനാണ് മാലന്നെ വിറ്റത്. മമ്മൂന് ഇപ്പോഴോട്ട് കൊടുത്തിട്ടില്ല. തന്നെ ഇല്ല ഖാലിയൽ ബാലി, ഹൃദയം ശൂന്യമാകാതെ ഒരു രാത്രിയും നീ ഉറങ്ങരുത്. ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.